ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ പാർട്സ് ആണ്. അപ്പോൾ നല്ല നാടൻ രീതിയിൽ സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെയാണ് ഈ ചിക്കൻ പാർട്സ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതവിടെ കുറച്ച് പാർട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ മുട്ടയും അതേപോലെ മുട്ടയുടെ കുറച്ച് മഞ്ഞയും കുറച്ച് ലിവറും അങ്ങനെ മിക്സഡ് ആയിട്ടാണ് ഇതുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഇതേപോലെ ഇതിൻ്റെ മഞ്ഞ ഒന്ന് ഇതിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. മുട്ടേൻ്റെ മഞ്ഞ ആകുമ്പോൾ ചിലപ്പോൾ കലങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വേവിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ള് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാർട്സൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇതേപോലെ കത്തി വെച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് അത് പെട്ടെന്ന് തന്നെ ഇതേപോലെ തൊലിച്ചെടുക്കാൻ കിട്ടും. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഈ ഒരു ലിവറിൻ്റെ സൈഡിലൊരു പച്ച കളർ, ഈ ഒരു പച്ച കളർ പൊട്ടാതെ ശ്രദ്ധിക്കണേ. ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഇത് പൊട്ടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കറിക്കൊക്കെ ഒരു കയ്പ്പിൻ്റെ ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മുഴുവൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ലിവറും ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിത് ഒരുമിച്ചിട്ട് വേവിക്കുമ്പോൾ നമ്മൾ ഇളക്കിയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു മുട്ടയുടെ മഞ്ഞ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം ചേർത്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ അതിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഉറപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ഉരുളിച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇളക്കാൻ പാകത്തിൽ ഞാൻ ഉരുളിയാണ് ഇത് ഉണ്ടാക്കാൻ എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് വലിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനേ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഞാൻ വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി നല്ലോണം ഒന്ന് വാടിയതിന് ശേഷം ഞാനിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ചെതുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ പാർട്സൊക്കെ എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും. ഓരോരുത്തരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു അത്യാവശ്യം വലിയ കയ്യിൽ തന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവ് വേണം, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം, അതേപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ചിക്കൻ മസാല എന്നിവയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ചേർത്ത ആ മസാല ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മസാലക്ക് ഇതിൽ പിടിച്ചിട്ട് നല്ലോണം എണ്ണയൊക്കെ വേറെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ കരിവേപ്പില ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കട്ടോ. അതാകുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവുകയും ചെയ്യും നമ്മുടെ കറിക്കൊക്കെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇതെപ്പോഴൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ആ ക്ലീനാക്കി വെച്ച ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയായിട്ട് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതാക്കണ ഈ ഒരു മസാലയിൽ നമ്മുടെ ചിക്കൻ്റെ പാർട്സ് ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പാർട്സും തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാർട്സ് കറി വേവിക്കാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പാർട്സ് ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് വെന്തിക്കണമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ഹാഫ് കുക്കായിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുക, കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ലിവറും അതേപോലെ കുറച്ച് മുട്ടയുടെ എഗ്ഗിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് വേവിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ മുട്ടയുടെ മഞ്ഞ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഴുങ്ങി വെച്ച മുട്ടയുടെ മഞ്ഞ മുഴുവൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലിവർ ഉണ്ടല്ലോ, ലിവറിൽ ഞാൻ കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലിവർ കുറച്ച് കലങ്ങിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു സമയമല്ലാതെ നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കറിയിൽ നിന്ന് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല, കലങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അല്ല, ഈ ഒരു പാർട്സ് ഞങ്ങൾ തലേന്ന് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അതുകൊണ്ടാണെന്നറിയില്ല ഈ ഒരു ലിവർ കുറച്ചൊന്ന് പിന്നെ അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്സിൻ്റെ കൂടെ 2 വലിയ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ തൊലിയൊന്നും നല്ല കട്ടിയൊന്നും വെച്ചിട്ടില്ല, അത് രണ്ടും ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ കറിയൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി ചിക്കൻ പാർട്സ് കറി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ കറി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഒന്ന് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കറി ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ട് രാത്രിയാണ് എടുക്കുന്നത്. പത്തിരീൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ഇനിയിപ്പോൾ പൊറാട്ട ആണെങ്കിലും വേണ്ടില്ല, നല്ല ടേസ്റ്റാണിത്. നല്ല കോമ്പിനേഷൻ തന്നെയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അതേപോലെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും, അതിലൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ റെസിപ്പീസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലുള്ള നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.